ഞാനിവിടെ ചോദിക്കാൻ എന്നുള്ളത് കിഴുവിലം ഗ്രാമപഞ്ചായത്തിലെ 7ാം വാർഡിലാണ്. പൈനിയർ കോണം വാർഡ് എന്നാണ് അറിയപ്പെടുന്നത്. നിരവധി പ്രശ്നങ്ങളാണ് ഇവിടുത്തെ ജനങ്ങൾ ഉന്നയിക്കുന്നത്. ഈ പ്രദേശത്തെ ഏകദേശം 35ഓളം വരുന്ന കുടുംബങ്ങൾക്ക് പകലോ രാത്രിയോ പുറത്തിറങ്ങി സഞ്ചരിക്കാൻ കഴിയാത്തൊരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത് എന്നാണ് അറിയാൻ കഴിയുന്നത്. പ്രധാനമായും മാലിന്യ നിക്ഷേപം ഇവിടെ വളരെ രൂക്ഷമാണ്. രാത്രിയും പകലും മാലിന്യം വാഹനങ്ങളിലെത്തിച്ച് ഈ ഭാഗങ്ങളിൽ നിക്ഷേപിക്കുന്നത് സ്ഥിരമാണ്. അതുപോലെ തന്നെ ലഹരിയുടെ ഉപയോഗം, പുറത്തുനിന്നെത്തുന്ന ആൾക്കാർ ഇവിടെ വാഹനങ്ങൾ പാർക്ക് ചെയ്ത് ലഹരി ഉപയോഗിക്കുകയും ഇതുവഴി കാൽനടയായി പോകുന്ന സ്ത്രീകൾക്കും കുട്ടികൾക്കും നേരെ പോലും ആക്രമണങ്ങളും അതുപോലെ തന്നെ കമന്റുകളും ഒക്കെ പറയാറുണ്ട് എന്നുള്ളൊരു പരാതി കൂടി ഇവർക്കുണ്ട്. നമുക്ക് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യം, ദേശീയപാതയാണിത്, പഴയ ദേശീയപാതയാണ്. ഇതിനോട് ചേർന്ന് തന്നെയാണ് പുതിയ ദേശീയപാതയുള്ളത്. ഈ ഭാഗത്താണ് ഇത്തരത്തിൽ ഉള്ള കുൽസിത പ്രവർത്തനങ്ങൾ നടക്കുന്നത് എന്നാണ്. എന്തായാലും ഈ ജനങ്ങൾക്ക് ഇന്ന് വളരെ ഭീതിയിലാണ്. ഒപ്പം തന്നെ ഈ വേസ്റ്റ് ഒക്കെ നിക്ഷേപിക്കുന്നത് കാരണമുള്ള ആരോഗ്യ പ്രശ്നങ്ങളുമുണ്ട്. നമുക്ക് അവരോട് തന്നെ ചോദിക്കാം അവർ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ദുരന്തങ്ങളെപ്പറ്റി. നമ്മുടെ റോഡിൽ ഒന്നാമത്തെ കാര്യം തെരുവുകളൊക്കില്ല. രാത്രിയൊക്കെ ജോലിയും കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് വളരെ ബുദ്ധിമുട്ടിയാണ് വരുന്നത്. സാമൂഹ്യ വിരുദ്ധർ ഒരുപാട് പേര് സിഗരറ്റും വെള്ളോടിയായിട്ടൊക്കെ അവിടെ ഇവിടെയൊക്കെ നിൽക്കും. മാത്രമല്ല പൊതുവായിട്ട് മൂത്രമൊഴിച്ചുണ്ട്. പെണ്ണുങ്ങളെ കണ്ടാൽ തന്നെ മൂത്രമൊഴിച്ച് തീർന്നാലും പെണ്ണുങ്ങൾ വരുന്ന കഴിയുമ്പം കുറച്ചും കൂടി അങ്ങനെ വെച്ചുകൊണ്ട് അവിടെ നിൽക്കും, മാറത്തുമില്ല. പിന്നെ നമ്മുടെ താഴോട്ടുള്ള റോട്ടിന് തെരുവ് ലൈറ്റില്ല. അതുപോലെ തന്നെ താഴെ വേസ്റ്റ് കൊണ്ടിട്ടിട്ട് നമ്മൾ മെമ്പറിൻ്റെ അടുത്തൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് കുറച്ച് മണ്ണ് കൊണ്ടിട്ടിട്ട് അങ്ങ് പോയി. അതുമാത്രമല്ല ആ സൈഡിൽ ഇന്നലെ കക്കൂസിൻ്റെ വേസ്റ്റ് കൊണ്ടിട്ടിട്ടുണ്ടായിരുന്നു. 2-3 വട്ടം ഞാൻ മെമ്പറെ വിളിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ വാട്സപ്പിൽ നേരിട്ട് അയക്കുകയും ചെയ്ത്. എന്നൊരു മെമ്പറിൻ്റെ ഭാഗത്തുനിന്ന് ഇതുവരെയും എന്താണെന്ന് പോലും ഒരു കോൾ ഈ നിമിഷം വരെ മെമ്പർ വിളിച്ച് ചോദിച്ചിട്ടില്ല. നാറ്റമെന്ന് പറഞ്ഞാൽ അതിൽ പോകാൻ പോലും പറ്റാത്തത്ര അവസ്ഥയാണ്. എനിക്ക് തന്നെ ശ്വാസം മുട്ടുള്ള ഒരാളാണ്. ഭയങ്കര ബുദ്ധിമുട്ടാണ് ഈ സ്മെല്ലും എല്ലാം അടിച്ച് പോകുന്ന കാര്യത്തിൽ. പിന്നെ ഈ റോഡിന് താഴോട്ട് വെട്ടമൊന്നുമില്ല. മഴ പെയ്ത് കഴിഞ്ഞാൽ ഈ റോഡിൽ കിടക്കണ വേസ്റ്റും എല്ലാം കൂടെ ഒലിച്ച് താഴത്ത് വന്നങ്ങ് നിൽക്കും. പിന്നെ കുറേ പട്ടികളെ കൊണ്ട് തള്ളക്കം, അതിനെ പ്രസവിച്ച് അതിൻ്റെ കൊച്ചുങ്ങളെല്ലാം ചാക്കി കെട്ടി തുറന്നു പോലും വിടാതെ ചാക്കിനകത്താക്കിക്കൊണ്ട് വരണം. അതൊക്കെ അവിടെ ഇരുന്ന് ചത്ത്. അതുപോലെ തന്നെ ഗോഡൗണിലെ വണ്ടികൾ കയറിപ്പോയി. അങ്ങനെയും കുറേ എണ്ണം ചത്ത് റോഡിൽ കിടന്ന് നാറിപ്പുഴുത്ത് അതിൻ്റെ വേസ്റ്റ് എല്ലാം കൊത്തി ആളുകളെ കിണറ്റിലും അവിടെ ഇവിടെയൊക്കെ കൊണ്ടിട്ട് അതൊരു ദുരിതമായ അവസ്ഥ തന്നെയാണ്. അപ്പോൾ ഇതെല്ലാം അധികാരികളുടെ കണ്ണിൽപ്പെട്ട് നമുക്കൊരു തെരുവിളക്കും ഒരു ഹൈമാസ് ലൈറ്റും ഒരു ക്യാമറയും എന്തായാലും നമുക്കത് റെഡിയാക്കി തരണം. സ്ത്രീകൾക്കൊക്കെ ഈ ഭാഗത്ത് രാത്രി ഒട്ടും പോകാൻ പറ്റത്തില്ല. ഒട്ടും പോകാൻ പറ്റത്തില്ലെന്ന് വെച്ചാൽ ഇഷ്ടംപോലെ സാമൂഹിക വിരുദ്ധരുണ്ട്. ഒരു പോലീസ് പെട്രോളിംഗ് ബോൾ പോലും ഇല്ല. കാരണം അവരെ കാണുന്നത് വെച്ചാൽ ടെസ്റ്റ് നടത്തുന്ന ദിവസം പോലീസുമാർ മാസ്കും വെച്ച് ഇവിടെ വന്ന് നിൽക്കും. അല്ലാത്ത ദിവസങ്ങളിൽ ആരും കാണത്തില്ല. കാരണം അവർക്ക് തന്നെ ഈ റോഡ് നാറ്റണം. എല്ലാവരും മാസ്കും വെച്ച് ആ ഒരു ദിവസം ടെസ്റ്റ് നടത്തുന്ന ദിവസം പോലീസ് മാസ്കും വെച്ച് ഇവിടെ നിൽക്കുന്നതാണ്. അല്ലാത്ത ദിവസം ഒരു മനുഷ്യരും ഈ ഭാഗത്തോട് തിരിയത്തില്ല. വെഹിക്കിൾ ഡിസ്പെൻസറാണ് വരുന്നത്. ആ സമയത്ത് അവർ മാസ്ക് ഒക്കെ വെച്ച് നിൽക്കും. കാരണം അവർക്കറിയാം റോഡിന്റെ അവസ്ഥ ഇത്രയും നാറ്റമാണെന്ന്. എന്നിട്ട് പോലും അവർ പൊതുജനങ്ങൾ പോകുമ്പോഴത്തേക്ക് എന്താണെന്ന് പോലും ആരുടെയും ചോദിക്കത്തില്ല. അവരൊന്നും അവരെ ജോലി നടത്തിയിട്ട് അവരങ്ങ് പോകും. വളരെ ദുരിതമാണ് ഈ റോഡിന്റെ അവസ്ഥ. ഒറ്റയ്ക്ക് സ്ത്രീകൾക്ക്, കുട്ടികൾക്ക് മുതൽ വലിയ സ്ത്രീകൾക്ക് വരെ ഒറ്റയ്ക്ക് പകൽ വരെ നടന്നു വരാൻ വലിയ ബുദ്ധിമുട്ടാണ്. അപ്പോൾ രാത്രി കാലങ്ങളിൽ വരുന്നവർക്ക് അതും വളരെ ക്രൂരമായ പ്രവർത്തികളൊക്കെയാണ് ഇവിടെ കാണിക്കുന്നത്. വളരെ വേസ്റ്റും പട്ടികളുടെ ശല്യവും ലഹരി ഒരുപാടുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് സ്ത്രീകൾക്ക് വരാൻ വളരെ ബുദ്ധിമുട്ട്. മനുഷ്യരെ ബുദ്ധിമുട്ട് ഭയങ്കര ഗുരുതരമാണ്. പുറത്തുനിന്നുള്ള ആൾക്കാരാണ് കൂടുതലും. നമുക്ക് അറിയാൻ വയ്യാത്ത ആൾക്കാരാണ് വരുന്നത്. വേറെ സ്ഥലത്തുനിന്ന് ആൾക്കാർ ഒരുപാട് വരുന്നുണ്ട്. ഇപ്പൊ ഇതും കൂടെ ആയതുകൊണ്ട് അവർക്ക് ഭയങ്കര ഇതുണ്ട്. ആൾവാസമൊന്നും ഇല്ലാത്ത സ്ഥലമല്ലേ. നമുക്ക് നടന്നു വരുന്ന കൊച്ചുകുട്ടികൾക്കൊക്കെ വളരെ ബുദ്ധിമുട്ടാണ്. കുട്ടികൾ സ്കൂൾ വിട്ട് വന്നു കഴിഞ്ഞാൽ അവിടെ വന്ന് നിൽക്കണം, അല്ലെങ്കിൽ ഞങ്ങൾക്ക് വരാൻ ബുദ്ധിമുട്ടാണെന്ന് പറയാൻ ഞങ്ങൾ വന്ന് എന്നാണ് വിളിച്ചുകൊണ്ട് പോകും, വൈകുന്നേരം സമയമായാൽ പോലും. പിന്നെ ഉള്ളത് ഈ വേസ്റ്റ് കൊണ്ട് അറിയണ കാരണം റോഡിലെല്ലാം വലിച്ച് കടിച്ചു വരച്ചിട്ട് അതും ചവിട്ടിക്കൊണ്ട് വേണം നമ്മൾ പോകാനായിട്ട്. പിന്നെ മദ്യം ഉപയോഗിക്കുന്നതും ഒക്കെ ഉണ്ട്. ഇവിടെ റോഡ് സൈഡിൽ കാറ് കൊണ്ടൊന്ന് ഒതുക്കിയിട്ടിട്ട് നമുക്ക് അങ്ങോട്ട് നോക്കാൻ പറ്റില്ല. ആ രീതിയിലാണ് ഇവിടെ ഓരോന്നും കാണിക്കണത്.
ആ രീതി നമ്മൾ പേടിച്ചാണ് കുട്ടികൾ പോകുമ്പോൾ രാവിലെ ആയാലും ഉച്ചയ്ക്കായാലും വൈകുന്നേരം ആയാലും നമ്മൾ കൊണ്ടാക്കി കൊടുക്കുകയും ചെയ്യും, തിരിച്ച് വിളിച്ചുകൊണ്ട് വരികയാണ് ചെയ്യണത്. ഈ പകൽ സമയത്ത് ഈ മദ്യപശല്യം കൂടെ ഉണ്ട്. പിന്നെ RTO ടെസ്റ്റ് എടുക്കുന്ന സമയത്ത് ആ ഭാഗത്ത് ഇതുവരെ ചിലപ്പോൾ വണ്ടികൾ കാണും, അപ്പോഴും വലിയ കുഴപ്പം കാണത്തില്ല. അവരില്ലാത്ത ദിവസങ്ങളിലൊക്കെ ഉച്ച സമയത്തായാലും വണ്ടികൾ കൊണ്ടുവന്ന് ഒതുക്കിയിട്ടിട്ടാണ് നിൽക്കുന്നത്. ആ ഭാഗത്ത് കാണും, ഈ ഒരു ആളൊഴിഞ്ഞ ഭാഗത്ത് കാണും. പക്ഷെ നമുക്ക് അങ്ങോട്ട് നോക്കാൻ പറ്റൂല. ഇതാണ് കുട്ടിയൊക്കെ പേടിയാണ്. വീട്ടിൽ ഒന്ന് പറയാം, അമ്മ അങ്ങോട്ട് വരണം, അല്ലാതെ വരാൻ ഭയങ്കര പാടാണമ്മ, അവിടെ 1-2 പേര് മോശമായിട്ട് നിൽക്കണം എന്നൊക്കെ ഒന്ന് പറയുമ്പോൾ പിന്നെ നമുക്ക് പരാതിപ്പെടാതിരിക്കാൻ പറ്റൂലല്ലോ. ഒരു മനുഷ്യരും ഇന്നത് വരെ ഇതിന് എന്താണ് ഇവിടുത്തെ ജനങ്ങൾ എങ്ങനെയാണ് താമസിക്കണത് എന്നുള്ളത് ഒരു മനുഷ്യരും ഇന്നത് വരെ ചോദ്യം ചെയ്തിട്ടില്ല. പല മെമ്പർമാരും വന്ന് പലരും വന്ന് അതിൽ ഒരു നന്മ ഈ നാട്ടിന് വേണ്ടി യാതൊരു നന്മയും ഒരു മനുഷ്യരും ഇന്നതുവരെ ചെയ്തിട്ടില്ല, ഇനി ചെയ്യാനും പോണില്ലേ മോനെ. ഇവിടെ കിടക്കണം ജനങ്ങൾ എന്തെല്ലാം ദുരിതങ്ങളാൽ അനുഭവിക്കണമെന്ന് നിങ്ങൾക്കൊക്കെ അറിയാമോ? രാത്രി കുട്ടിയൊക്കെ ഇത് പഠിച്ചിട്ട് വന്നാൽ കുട്ടിയൊക്കെ ഇതുവഴി വഴി നടക്കാൻ ഒക്കില്ല. പിന്നെ ഇത് രാത്രിയായ സ്ത്രീകൾക്കായി ആർക്കും ഇതുവഴി നടക്കാനായിട്ടൊക്കില്ല. ഇതൊന്നും ഗവൺമെൻറ് കാണണില്ലയോ? ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാത്തോണ്ട് കേൾക്കുകയാണ്. ജനങ്ങളല്ലേ ഇതിനെ തിരഞ്ഞെടുക്കണത്. ആ ജനങ്ങൾക്ക് എന്തെങ്കിലും നന്മ ഇവർ ചെയ്യണ്ടേ? ജനങ്ങൾ അല്ലാതെ ആരുടെ ചെന്ന് പറയണമെന്ന് നിങ്ങൾ പറ. ഞങ്ങൾ ആരെ കൂടെ പറയണം ഈ കാര്യങ്ങളെല്ലാം? ഈ റോഡിൽ കൂടുതലുള്ള ഈ മദ്യപാന ശല്യവും. അതെ പൂവാലന്മാർ വന്ന് കുട്ടിയൊക്കെ പഠിക്കാൻ പോണ കുട്ടികളെ എന്ത് ചെയ്താൽ അവർ എന്തെല്ലാം അനാവശ്യങ്ങളാണ് കാണിക്കണമെന്നറിയാമോ? ഞങ്ങൾ ആരെ കൂടെ എല്ലാം പരാതിപ്പെട്ടെന്നാ ഒരു മനുഷ്യരും ഇതിനു വേണ്ടി യാതൊന്നും ഇന്നതുവരെ ചെയ്തിട്ടില്ല. ഇനി അവർ ചെയ്യല്ല. എത്ര പരാതി കൊടുത്തിരുന്നാലും അവരാരും ഒന്നും ചെയ്യൂല. ഞങ്ങൾ വൈകുന്നേരം വരുന്ന സമയത്ത് ഇവിടെ കുറേ കാറുകളൊക്കെ പാർക്ക് ചെയ്തിട്ട് അതിനകത്ത് ലഹരി ഉപയോഗങ്ങളും പിന്നെ അനാവശ്യമായിട്ട് നമ്മളെ കമന്റ് അടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഈ രാത്രി സമയങ്ങളിൽ ഇവിടെ കൊണ്ടുവന്ന് കുറേ പ്ലാസ്റ്റിക്കുകൾ തട്ടും. കഴിഞ്ഞ മെമ്പർ വന്നിട്ട് അവിടെ മണ്ണിട്ടിട്ട് പോയി. ഞങ്ങൾക്ക് ഒരിക്കലും അത് മണ്ണിട്ട് മൂടേണ്ട ആവശ്യമില്ല, അത് അവിടെ നിന്ന് കോരി മാറ്റാണ് വേണം. ഇത് മണ്ണിൽ കിടന്ന് ഒരിക്കലും അലിയുന്ന സാധനമല്ല പ്ലാസ്റ്റിക് എന്ന് പറയുന്ന സാധനം. പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ നമുക്കൊരു ലൈറ്റ് ഇല്ല ഇവിടെ. ഈ ലൈറ്റിന്റെ മൂട്ടിൽ ചെന്ന് ഈ ലൈറ്റ് എന്ന് വെച്ചാൽ ഒട്ടും വെട്ടമില്ല അതിന്. ഞങ്ങൾ ഈ സ്ത്രീകളായാലും കുട്ടികളായാലും ഒക്കെ രാത്രി സമയങ്ങളിൽ പഠിച്ചിട്ടൊക്കെ വരുന്ന സമയത്ത് വെട്ടവും ഇവിടെയാണ് വരുന്നത്. കാര്യം അടുത്ത് ഒരാൾ ഇവിടെ വന്ന് നിന്നാൽ പോലും ആരാണ് നിൽക്കുന്നതെന്ന് അറിയാൻ പറ്റൂല. അത്ര ഇരുട്ടാണ് ഞങ്ങളുടെ ഈ വഴി എന്ന് പറയുന്നത്. പിന്നെ ഇവിടെ പ്ലാസ്റ്റിക് കൊണ്ടിട്ട് കഴിഞ്ഞാൽ ഒരു മഴ പെയ്ത് കഴിഞ്ഞാൽ എല്ലാ വേസ്റ്റും കൂടെ ഒലിച്ചിറങ്ങി ഞങ്ങൾ റോഡിലോട്ടാണ് വരുന്നത്. അതായത് ഈ പൗഡറി ഫോമിലെ വേസ്റ്റ്, ഒരു വീടുകളിൽ എന്തൊക്കെ വേസ്റ്റ് ഉണ്ടോ അതെല്ലാം ഞങ്ങളെ റോട്ടിൽ കൊണ്ടുവന്ന് ഡംപ് ചെയ്യുന്നൊരു സ്ഥിതിയാണ്. ഈ ഹോട്ടലിലെ വേസ്റ്റ്, ഈ പൗഡറി ഫാമിലെ ഈ കോഴി വേസ്റ്റ് ഒക്കെ കൊണ്ടുവന്ന് വിടരും. അധികാരികൾ ആരും ഇത് അതിനൊരു നടപടി എടുത്തിട്ടില്ല. വളരെ ബുദ്ധിമുട്ടാണ് ഞങ്ങളുടെ ഈ നാടിന്റെ കാര്യം. പരാതി കൊടുത്തിട്ടും വേറെ പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ല. ഇവിടെ കൊണ്ടുവന്ന് ഡംപ് ചെയ്യുന്നതല്ല. കഴിഞ്ഞ ദിവസം തന്നെ ഞങ്ങളെ റോഡിൽ കൊണ്ടുവന്ന് കക്കൂസിന്റെ വേസ്റ്റ് കൊണ്ടുവന്ന് ഒഴിച്ച്. നേരത്തെ പറഞ്ഞ കണക്കിന് ടെസ്റ്റ് അടക്കുന്ന സമയമാകുമ്പോൾ അവരൊന്ന് റോഡ് കഴുകിയിടും. കാര്യം വണ്ടി ടെസ്റ്റ് അടക്കാണ്, വണ്ടികളൊക്കെ നിൽക്കണ്ടേ, ആ സമയത്ത് മാത്രം ചെയ്യും. അല്ലാതെ ഒരു പ്രവർത്തനവും ഇവിടെ നടക്കുന്നില്ല. ഞങ്ങൾ വളരെ ദുരിതത്തിലാണ് പോകുന്നത്. ഈ ഏരിയയിലുള്ള ആൾക്കാർക്കൊക്കെ ശ്വാസം മുട്ടും പനിയും ഒക്കെയാണ് എന്നും. ദേശീയപാതയുടെ അടുത്തുള്ള ടൗണിനോട് ചേർന്നുള്ള മേഖലയാണ് ഇത്. എന്നിട്ടും അധികാരികൾ ആരും ഇതുവരെ ശ്രദ്ധിക്കുന്നില്ല. പഴയ NH ആണ്, ഇതുവരെ ആരും ശ്രദ്ധിക്കുന്നില്ല ഇതിന്. ഇവിടെ രാത്രികാലാകുമ്പം അത് സാമൂഹ്യ വിരുദ്ധത ഓരോരോ കാര്യങ്ങളല്ല. സ്കൂളിൽ പോയിട്ട് ഈ റോഡിൽ സൈഡിലൊക്കെ മദ്യപാനമൊക്കെ ഉണ്ട്. ഉണ്ട്. രാത്രിയാലും ഉച്ചയൊക്കെ ഉണ്ട്. രാത്രിയും ഉച്ചയ്ക്കും എല്ലാം ഉണ്ട്. എല്ലാം ഉണ്ട്. ഇവിടെയൊക്കെ ഉള്ള അറിയുന്ന ആൾക്കാരാണ് അത്? അല്ല. അമ്മമാർ തൊട്ട് കുഞ്ഞു പിള്ളേർ വരെ പോകുമ്പോഴത്തേനും അവർക്കത് ശല്യമായിട്ടാണ് നിൽക്കുന്നത്. പ്രത്യേകിച്ച് മീൻസ് പെൺകുട്ടികളായാലും ശരി, ആരായാലും വലിയ പ്രായമുള്ള അമ്മമാർ വഴി നടന്നാൽ പോലും അവർക്ക് സ്വസ്ഥമായിട്ട് അതിലേക്കൂടെ നടക്കാൻ പറ്റുന്നില്ല. പിന്നെ അവിടെ നിന്ന് ഒറ്റയ്ക്കാണ് വരുന്നതെങ്കിൽ അവർ ഓടിയാണ് വരുന്നത്. ഇവിടെ വരെ എത്തിപ്പെടണമല്ലോ. അല്ലെങ്കിൽ പിന്നെ അതിൻ്റെ ഇടയിൽ ആർക്ക് എന്ത് സംഭവിച്ചാലും റോഡിൽ ആരുമില്ല, വിജനമിച്ച് കിടക്കുന്ന ഏരിയ ആണ്. ഒരു ക്യാമറ പോലും ഇല്ല. അതിൻ്റെ ഇടയ്ക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും പറ്റിയാൽ അറിയാം വീട്ടുകാർ, അയ്യോ എൻ്റെ കുട്ടി ഇത്ര നാളായിട്ട് ഇത്ര നേരമായിട്ട് എത്തിയില്ലല്ലോ എന്ന് തിരക്കി, മീൻസ് അത്ര അങ്ങനെ തിരക്കി ചെല്ലാൻ പോലും എല്ലാവർക്കും വരാൻ പറ്റണമെന്നില്ല. ഇവിടെ ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങളുള്ളവരുണ്ട്. ജീവിതശൈലി രോഗങ്ങൾക്കുപരി ഹൃദ്രോഗങ്ങൾ, ശ്വാസകോശ സംബന്ധമായ രോഗങ്ങൾ, അങ്ങനെ ഒരുപാട് രോഗങ്ങൾ ഉള്ള ആൾക്കാർ ഇവിടെ ഉള്ളവരാണ്. ഇതിപ്പോ നേരത്തെ വർഷങ്ങളായിട്ട് ഈ മാലിന്യ നിക്ഷേപം ഉണ്ടെന്ന് പറയുമോ? ഒരുപക്ഷെ ഇപ്പൊ ഈ നാട്ടിലുള്ള ആൾക്കാർക്കെല്ലാം ഇപ്പൊ വന്ന് കണ്ടതിൽ ഒത്തിരി പേർക്ക് ഈ ശ്വാസം മുട്ടിന്റെ പ്രശ്നമുള്ളൂ. ഇതൊരു കാരണമായിരിക്കും. മേ ബി ഇതുകൊണ്ടായിരിക്കാം. നമുക്കിപ്പം ഈ സ്മെല്ല് അടിച്ചിട്ട് അവർക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. ശ്വാസമുട്ടുകളുള്ളവർക്ക് ശ്വാസമുട്ടിനുപരി ആസ്മ ഇൻഹേലർ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നവരുണ്ട്, അതിൻ്റെ ടാബ്ലറ്റ്സ് എടുക്കുന്നവരുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഈ സ്മെല്ല് ഇങ്ങനെ ആകുമ്പോഴത്തേനും അവർക്കത് വഴി നടക്കാൻ പറ്റുന്നില്ല. വഴി നടക്കാൻ പറ്റുന്ന വെച്ചാൽ അവർക്ക് ജീവിക്കണ്ടേ, വേറെ വഴിയില്ല. ഈ ഒരു വഴി മാത്രമേ ഉള്ളൂ. ആ വഴിയിലാണ് കൊണ്ടുവന്ന് ഈ വേസ്റ്റ് കൊണ്ടുവന്ന് ഡംപ് ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് അത് സഹിച്ച് അവരുടെ ജീവിതം മുന്നോട്ട് പോകണമെങ്കിൽ
സഹിച്ച് നടന്നേ പറ്റത്തുള്ളൂ. ഈ വേസ്റ്റുകളൊക്കെ കൊണ്ടിട്ട് ഈ പട്ടികളായിരുന്നാലും കോഴികളായിരുന്നാലും എല്ലാം ചത്ത് കൊണ്ടിട്ടണത് ഇവിടെയാണ്. പട്ടികളെ കെട്ടി നേരത്തെ മോള് പറയുകയുണ്ടായി, എല്ലാവരും പറഞ്ഞു കൊണ്ടിട്ട് ഇവിടെ പൊതിഞ്ഞ് ഇവിടെ കൊണ്ടിട്ടിട്ട് പോകണം. ഇതെല്ലാം ചെന്നടിഞ്ഞ് നമ്മളെ റോഡിലോട്ടാണ് വരുന്നത്. അപ്പോൾ നമ്മളതും ചവിട്ടിക്കൊണ്ടാണ് നമ്മൾ ജോലിക്ക് പോണതും എല്ലാം ചെയ്യണം. സാമൂഹ്യ വിരുദ്ധരുടെ ശല്യം അത് ഒരു 4-4:30 മണി കഴിഞ്ഞ് 4:30 ഉച്ചയ്ക്ക് ഉണ്ട്. ഇഷ്ടംപോലെ സ്ത്രീകളെ കാറ് കൊണ്ടുവരികയും നമുക്കൊന്നും പ്രതികരിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. ആ ഒരു അവസ്ഥയാണ്. അതേസമയം ജസ്റ്റ് വല്ലപ്പോഴായിരിക്കുക ആറ്റിങ്ങ പോലീസിന് പഴയ നാഷണൽ ഹൈവേയിൽ കൂടി കറങ്ങുന്നതെങ്കിൽ ഇത്രയും സംഭവിക്കില്ലായിരുന്നു. നമ്മൾ എന്തെല്ലാം നമ്മൾ പറഞ്ഞു നോക്കി, ഒരാരും തിരിഞ്ഞു നോക്കിയ പോലും നമ്മൾ ചെയ്തിട്ടില്ല. പിന്നെ നമ്മളുടെയൊക്കെ അവസ്ഥ ഇതാണ്. ഇതെല്ലാം ഇത് കണ്ടുകൊണ്ട് നമ്മളൊരു പരാതി കൊടുത്തിട്ട് കാര്യമില്ല. പരാതി കൊടുത്തു കഴിഞ്ഞ് നമ്മൾ അതിനൊക്കെ സഹിമുട്ടിയാണ് നമ്മൾ നിങ്ങളെ വിളിച്ചത്. അല്ലെങ്കിൽ നമ്മൾ അധികാരികൾ നമുക്കിവിടെ ഉണ്ടായിരുന്നെങ്കിൽ അവർ വന്ന് നേരിട്ട് നമുക്ക് വന്ന് നടപടിയെടുത്ത് നമുക്ക് ചെയ്ത് തരികയായിരുന്നു. നമുക്കൊരു ലൈറ്റ്, ഒരു ഹൈറ്റ് മാസ് ലൈറ്റ് ഇവിടെ വേണം തെരുവുകളൊക്കെ, അത് നമുക്ക് ആവശ്യമാണ്. അവിടെ ക്യാമറ നമുക്ക് ചെയ്ത് തന്നാലേ പറ്റുള്ളൂ. ആ ചെയ്ത് തരുന്നത് വരെ നമ്മളത് പ്രക്ഷോഭമായിട്ട് നമ്മൾ മുന്നോട്ട് പോകും. ഇനി അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചെയ്ത് തന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ കിഴുവല ഗ്രാമപഞ്ചായത്തിൽ ചെന്നിരിക്കും. ഇവിടെ ഉള്ള ജനങ്ങൾ മൊത്തം അത് ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ് ഇത് കണ്ട് മനസ്സിലാക്കി നമുക്ക് ചെയ്ത് തന്നാൽ ഞാൻ ഇവിടെ ഇതിൻ്റെ റെസിഡൻറ്റ് അസോസിയേഷൻ്റെ ഭാരവാഹികളുണ്ട്, സെക്രട്ടറി ഉണ്ട്, പ്രസിഡന്റ്, അവരെ വിളിച്ച് സംസാരിച്ച് എന്തരാണെന്ന് വെച്ച് അവർ ചെയ്ത് തരണം. ഞങ്ങൾക്ക് ചെയ്ത് തന്നില്ലെങ്കിൽ നമ്മൾ അവിടെ ചെന്നിരിക്കും. അത്യാവശ്യത്തിന് എങ്ങോട്ടേയും പോകണമെങ്കിൽ ആരെങ്കിലും ഉണ്ടെങ്കിലേ പോകാൻ പറ്റുള്ളൂ. ഇപ്പം ആശാപ്രവർത്തക ഒരു ദിവസം ഇവിടെയൊക്കെ വന്നിട്ട് പോയതിന് ശേഷം ആ പാലത്തിൻ്റെ മുകളിലോട്ട് കയറിയപ്പം ഒരാൾ കൈയാട്ടി വിളിച്ചെന്ന് പറഞ്ഞു. അപ്പോൾ അവർ പെട്ടെന്ന് ഫോൺ എടുത്തപ്പോൾ പറഞ്ഞു, ഫോൺ എടുത്താൽ നിന്നെ കുത്തിക്കൊല്ലും, നീ ആരെ വിളിക്കാൻ പോകണമെന്ന് കേട്ട്. അത് ഉച്ച സമയം ഇവിടെയൊന്നും ആരും ഇല്ലായിരുന്നു, അവർ ഒറ്റയ്ക്കേ ഉള്ളായിരുന്നു. അവരാരെങ്കിലും വിളിക്കാന്ന് പറഞ്ഞ് ഫോൺ എടുത്തപ്പോഴാണ് കേൾക്കണത്, നീ ഫോൺ എടുത്താൽ നിന്നെ കുത്തിക്കൊല്ലുമെന്ന്. അത്രയ്ക്ക് പറഞ്ഞു. അവസാനം പിന്നെ അവരൊരു ഇടവഴി കൂടെ ഓടിപ്പോയി അവിടെ നിന്ന് ആരെ വിളിച്ചുകൊണ്ട് വന്നാണ് തിരിച്ചു പോയത്. അപ്പോൾ അവരന്ന് നമ്മുടെ വീട്ടിൽ വന്നപ്പോഴാണ് ഇത് പറഞ്ഞത്. അപ്പം ഇടയ്ക്കെങ്കിലും ഒരു പോലീസ് പെട്രോളിംഗ് ഒക്കെ ആവശ്യമുണ്ട്. ഇവിടെ സൈഡിൽ വേണമെങ്കിൽ നമുക്ക് അറിഞ്ഞൂടാത്ത ആൾക്കാരാണ് വന്ന് നിന്നിട്ട് ഇവിടെ വരുന്ന അങ്ങനെയുള്ള രീതിയിലൊക്കെ ഉള്ള സംസാരങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതുമല്ല അതിൻ്റെ അകത്തിരുന്നു കൊണ്ട് തന്നെ മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ഇവിടെ പോകുന്ന പലരും കണ്ടിട്ടുണ്ട്. നമുക്കൊന്നും പോയി ചോദിക്കാൻ പറ്റൂല. കാര്യം മയക്കുമരുന്ന് കഴിച്ചിട്ട് എന്തിനു പോയി ചോദിക്കാനാണ്. അതുപോലെ തന്നെ ഈ കക്കൂസ് മാലിന്യം ഒഴിക്കുന്ന ആൾക്കാർ തന്നെ ആരെങ്കിലും എന്തെങ്കിലും ചോദിക്കാൻ ചെന്നാൽ അവരെ വടിവാളെടുത്ത് കാണിക്കുകയും അവരെ ചീത്ത വിളിക്കുകയും ഒക്കെ, നീ എന്തിനു ഞങ്ങളോട് ചോദിക്കുന്ന രീതിയിലുള്ള സംസാരങ്ങൾ അതൊക്കെ ഇവിടെ നടന്നിട്ടുള്ളതാണ്. കൊച്ചുകുട്ടികൾ തന്നെ പോകുമ്പോഴത്തേക്കും അവരെ ഹരാസ് ചെയ്യുകയും സ്ത്രീകൾ നടന്നുമ്പോൾ അവരെ ഹരാസ് ചെയ്യുകയും ഒക്കെ ഇവിടെ സ്ഥിരം പതിവാണ്. വാർഡിലെ മെമ്പറും അതുപോലെ തന്നെ പഞ്ചായത്തും ഈ ഒരു കാര്യത്തിൽ വർഷങ്ങളായിട്ട് വന്നിട്ടുള്ള ഒരാളിനെ മാത്രമല്ല, കാലങ്ങളായിട്ട് ഇവിടെ അധികാരത്തിൽ നിന്ന് പഞ്ചായത്ത് അധികൃതരോ അല്ലെങ്കിൽ മെമ്പറോ ഒന്നും ഇതിലൊരു നടപടി ഉണ്ടാകുന്നില്ല അല്ലെങ്കിൽ അതിനുവേണ്ടി ശ്രമിക്കുന്നില്ല എന്നാണ് പറയുന്നത്. എന്താണ് അതിലുള്ള നമുക്ക് ചെയ്യാൻ കഴിയുന്നത്? പൈനീർക്കോണം വേസ്റ്റ് എന്ന് പറയുന്നത് ഇന്നോ ഇന്നലെയോ ഉണ്ടായതല്ല. ഇതിവിടെ കാലങ്ങളായിട്ട് അടിഞ്ഞുകൂടുന്നൊരു മാലിന്യമാണ്. ഇപ്പം ഞാൻ ഇവിടെ മെമ്പറായത് ആദ്യത്തെ പ്രാവശ്യമാണ്, 4.5 വർഷമായി. ഞാൻ ഈ പഞ്ചായത്തിൽ കയറിയതിന് ശേഷം ഈ പൈനീർക്കോണം വേസ്റ്റിനെ കുറിച്ച് നിരന്തരം പഞ്ചായത്തുമായിട്ട് പോരാടിക്കൊണ്ടിരിക്കുകയാണ്. വർഷത്തിലൊരിക്കലെങ്കിലും ഇവിടെ JCB ഉപയോഗിച്ച് വേസ്റ്റുകൾ നീക്കം ചെയ്യാറുണ്ട്. പിന്നെ നീക്കം ചെയ്താലും പിറ്റേ ദിവസം നിക്ഷേപിക്കാറുമുണ്ട്. ഞങ്ങളെ കാത്തിരുന്ന് 1-2 പ്രാവശ്യം കക്കൂസ് മാലിന്യത്തിൻ്റെ ടാങ്കർ ലോറി പിടിച്ചു, അത് സ്റ്റേഷനിൽ ഏൽപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ചിറയൻകീഴ് സ്റ്റേഷനിലും ആറ്റിങ്ങൽ സ്റ്റേഷനിലും രാത്രി നൈറ്റ് പട്രോൾ ശക്തമാക്കണമെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ പഞ്ചായത്തിനോട് ഇവിടെ ക്യാമറ സ്ഥാപിക്കാൻ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. കാരണം എത്രമേന്ന് പറഞ്ഞാൽ ഇവിടെ രാത്രി കാവലിരിക്കുക. ഇപ്പോൾ ഈ തദ്ദേശവാസികൾക്കായാലും വാർഡ് മെമ്പർക്കായാലും മറ്റുള്ള ആൾക്കാർക്കായാലും, കാരണം ഇവരെല്ലാം സന്നാഹത്തോടെയാണ് വരുന്നത്, ഈ ടാങ്കർ വരുന്നത്. അപ്പോൾ ഒരു ക്യാമറ വെച്ചാൽ മാത്രമേ നമുക്ക് ശാശ്വതമായിട്ടൊരു പരിഹാരം ഇതിനെ കാണാൻ കഴിയുകയുള്ളൂ. പഞ്ചായത്തിൽ പറയുമ്പോൾ 4.5 വർഷം കൊണ്ട് ഞാൻ ഈ പറയുന്ന കാര്യമാണ്. പഞ്ചായത്തിൽ പറയുമ്പോൾ ചെയ്യാൻ മെമ്പറെ എന്ന് പറയുന്നതല്ലാതെ ഇതുവരെ അത് സാധിച്ചിട്ടില്ല. കഴിഞ്ഞ പ്രാവശ്യവും ഇവിടെ വാർഡ് പ്രസിഡന്റ് AS ഹരിതകർമ്മസേനയുടെ അതിൻ്റെ സ്ഥാനത്തിരിക്കുന്ന ആൾ എല്ലാവരും വന്ന് കൈകൊണ്ടെടുക്കാൻ കഴിയാത്ത വേസ്റ്റുകൾ പോലും ഞങ്ങൾ കൈകൊണ്ടെടുത്ത് അതിൻ്റെ ഓരോ ബാഗുകളും ഞങ്ങൾ പരിശോധിച്ച് ഏതെങ്കിലും റെക്കോർഡുകൾ അതിനകത്ത് ഉണ്ടെങ്കിൽ അതെല്ലാം കണ്ടുപിടിച്ച് ഞങ്ങൾ ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട്. ഈ 1 വർഷത്തിനകത്ത് ഒത്തിരി പൈസ അടയ്ക്കാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. ഇപ്പം മെനിയാന്നും ഞങ്ങൾ വന്ന് ഈ മാലിന്യങ്ങളെല്ലാം പരിശോധിച്ചിട്ട് ഞങ്ങളതിൽ ഒത്തിരി രേഖകൾ നമുക്ക് കിട്ടി. അപ്പോൾ ആ രേഖകളെല്ലാം ഫോളോ അപ്പ് ചെയ്ത് പോകുന്നുണ്ട്. പക്ഷേ ക്യാമറ വയ്ക്കാതെ നമുക്കൊന്നും ഇവിടെ ചെയ്യാൻ പറ്റത്തില്ല. കാരണം അവർ വീണ്ടും ഇപ്പോൾ ഇവിടെ അടച്ചു, ബൈപ്പാസ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് അവിടെ അടച്ചതിന് ശേഷം കുറുക്ക് വഴികളിൽ ഇവിടെ മാലിന്യം വരുന്നുണ്ട്. അതിപ്പം നമുക്കറിയാൻ പറ്റുന്നില്ല. പക്ഷേ ഇപ്പം മെനിയാന്നും മാലിന്യം തള്ളിയിട്ടുണ്ട്. അത് ഞാൻ പഞ്ചായത്തിൽ ഫോട്ടോ സഹിതം അയച്ചിട്ടുണ്ട്. ഇനി ഭരണസമിതി മീറ്റിംഗ് വരുന്ന ദിവസം ഇതിന് ശക്തമായിട്ട് ഞാൻ വാദിക്കുന്നതാണ്. ക്യാമറ വയ്ക്കാനുള്ള സത്വരമായി ഇപ്പം നമ്മളൊരു വാർഡ് മെമ്പർ എന്നുള്ള നിലയിൽ എനിക്ക് വാദിക്കാനല്ലേ പറ്റുള്ളൂ, സംസാരിക്കാനേ പറ്റുള്ളൂ. അത് സാധിച്ചു തരേണ്ടത് അതിൻ്റെ അധികാരത്തിലിരിക്കുന്നത്. അല്ല, നിലവിൽ ഈ ക്യാമറ വയ്ക്കുന്ന അല്ലെങ്കിൽ മാലിന്യ പ്രശ്നം എന്നുള്ളതിനുപരിയായിട്ട് ഇവിടെയുള്ള ജനങ്ങൾക്ക്
പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണെന്ന് പറയുന്നത്. രാത്രി ആയി കഴിഞ്ഞാൽ സ്ട്രീറ്റ് ലൈറ്റ് ഇല്ല. അതൊക്കെ ഒരു പഞ്ചായത്തിന് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അത് പഞ്ചായത്ത് മെമ്പർ ഇനിഷ്യേറ്റീവ് എടുത്ത് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഈസി ആയിട്ട് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളാണ്. സമയബന്ധിതമായിട്ട് കിട്ടുന്ന ലൈറ്റുകളെല്ലാം അവരോട് ചോദിച്ചു നോക്കൂ. ലൈറ്റ് വരുന്ന സമയത്ത് എവിടെയെല്ലാം സ്ഥാപിച്ചിട്ടുണ്ടോ അവിടെ എല്ലാ ലൈറ്റുകൾ വയ്ക്കുന്നുണ്ട്. അഡീഷണൽ ആയിട്ടും ബൾബുകൾ വയ്ക്കാൻ പറ്റുന്ന സ്ഥലങ്ങൾ വെച്ചിട്ടുണ്ട്. ഇരുട്ടിലാണെന്ന് പറഞ്ഞാൽ ലൈറ്റ് പോയി കഴിഞ്ഞാൽ ഒരു ബൾബ് നഷ്ടപ്പെട്ടാൽ ആ ബൾബ് പിറ്റേ ദിവസം സ്ഥാപിക്കുന്ന ഒരു സംവിധാനം ഇപ്പോൾ പഞ്ചായത്തിലില്ല. കാരണം ലൈറ്റ് വരുന്ന സമയത്ത് മാത്രമേ അത് വയ്ക്കാൻ പറ്റുള്ളൂ. രാത്രി ഞാനൊരു ഓട്ടോ വിളിച്ച് ഞാൻ വന്ന് ഈ എല്ലാ അണഞ്ഞ ലൈറ്റുകളും നോക്കിയിട്ടാണ് പിറ്റേ ദിവസം ഞാൻ ആളിനെ കൊണ്ട് വരുന്നത്. അല്ലാതെ ഊഹാപോഹം വെച്ചല്ല ലൈറ്റ് ഇട്ടിട്ട് പോകുന്നത്. എല്ലാ ലൈറ്റുകളും പോസ്റ്റുകൾ വെച്ചിട്ടില്ലല്ലോ. അങ്ങോട്ട് പോസ്റ്റ് ഉണ്ട്, ഇവിടെ വരെ മാത്രമേ പോസ്റ്റ് വെച്ചിട്ടുള്ളൂ. പോസ്റ്റുകൾ വെക്കാൻ അപേക്ഷ ഞാൻ വെച്ചിട്ടുണ്ട്, പക്ഷെ ഫണ്ടില്ല. പഞ്ചായത്തിന് ഫണ്ടില്ല. പഞ്ചായത്തിന് ഫണ്ടില്ലാത്തത് കൊണ്ടാണ് ശാസ്ത്രമായിട്ടുള്ള പരിഹാരമില്ല. അത് പഞ്ചായത്തിനോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ. പഞ്ചായത്തിന് ഏതൊരു മെമ്പർക്കാണെങ്കിലും പഞ്ചായത്തിനെ അവതരിപ്പിക്കാൻ പറ്റും. പഞ്ചായത്ത് ഫണ്ട് തരണം, പഞ്ചായത്ത് ആളുകൾ ചെയ്യണം. ആരോപണം അല്ലെന്ന് എനിക്കറിയാമല്ലോ. ആരോപണം അല്ലെന്ന് എനിക്കറിയാം. ഞാൻ വന്ന് കാണുന്ന കാര്യങ്ങളല്ലേ. എന്തായാലും ഈ ജനങ്ങൾ വളരെ ബുദ്ധിമുട്ടിലായതുകൊണ്ടാണ് ഈ പ്രതിഷേധം ഉണ്ടാകുന്നത്. അടിയന്തരമായിട്ട് സ്ഥാപിക്കാൻ ചെയ്യാനുള്ള ശ്രമത്തിലാണ്. ആരെയും ബോധ്യപ്പെടുത്താനല്ല. ഭരണസമിതിയിലിരിക്കുന്ന മെമ്പർമാർക്കും അവിടുത്തെ ഉദ്യോഗസ്ഥന്മാർക്കും ഞാൻ എന്താണ് ചെയ്യുന്നത് അറിയാം. ഇവിടുത്തെ ജനങ്ങൾക്കും ഏറെക്കുറെ അറിയാവുന്നതാണ്. തീർച്ചയായിട്ടും നിൽക്കും. അവരുടെ കൂടെ ഞാൻ നിൽക്കും. എനിക്ക് വാർഡിലെ ജനങ്ങളാണ് എനിക്ക് പ്രധാനം. ഞാൻ അവരുടെ കൂടെ നിൽക്കും. എന്നെ അറിയിക്കുന്ന കാര്യമാണെങ്കിൽ. ഇപ്പൊ തന്നെ ഈ മീറ്റിംഗ് ഞാൻ അറിഞ്ഞിട്ടില്ല, ഞാൻ അറിഞ്ഞു വന്നത്. അല്ല, അതായിക്കോട്ടെ. എന്നാലൊരു വാർഡ് മെമ്പർ സംസാരിക്കേണ്ട സ്ഥാനം വന്നാൽ എനിക്ക് പറയാനല്ലോ. അത് ഞാൻ അറിഞ്ഞു വന്നതാണ്. ഒരുപാട് തവണ വിളിച്ച വേസ്റ്റിന്റെ കാര്യത്തിൽ ഞാൻ വീഡിയോ സഹിതം ആന്റിയുടെ അയച്ചു. വീഡിയോ സഹിതം ഞാൻ പഞ്ചായത്തിൽ അയച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് തിരിച്ചു വിളിക്കാൻ പറ്റാത്ത കാര്യം ഇതാണെന്ന് ഞാൻ അറിയില്ലല്ലോ. പല കാര്യങ്ങളും പ്രശ്നമുണ്ട്. എന്റെ വീടിന്റെ ഫ്രണ്ടിൽ അവിടെ കുഴിച്ചുമുടി ഇട്ടിരുന്നു. ഇപ്പം ഇത് ഇങ്ങനെയുള്ള സംഭവം നടക്കുമെന്ന് അറിഞ്ഞിട്ട് ആ വേസ്റ്റ് നിൽക്കുമ്പോൾ പറഞ്ഞ കാര്യമാണ്. ഇവിടെ ലൈറ്റ് വേണം, റോഡ് ക്ലിയർ ആക്കണം, അതിനെപ്പറ്റി ഒരു വലിയ ഉണ്ടാവണമെന്ന് പറഞ്ഞതാണ്. പക്ഷെ മൈൻഡ് ചെയ്യുന്നില്ല. ഫണ്ടില്ലെന്നാണ് പറയുന്നത്. എന്ത് പറഞ്ഞാലും ഫണ്ടില്ല. ഈ വാർഡിൽ ഒന്നിനും ഫണ്ടില്ല എന്നാണ് പറയുന്നത്. നമ്മളെല്ലാം ഉപയോഗിക്കുന്ന കിണറാണ്. ആ കിണറ്റിന്റെ മൂട്ടിലാണ് ഈ ഡംപ് ചെയ്ത സാധനം കുഴിച്ചു മൂടിയിട്ടിരിക്കുന്നത്. ഇനി ആ വെള്ളം കോരിയിട്ടാണ് ഞങ്ങൾ കുടിക്കേണ്ടത്. അത് എത്ര പ്രാവശ്യം അവരുടെ അടുത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെന്നറിയാം മെമ്പറുടെ അടുത്ത്. മെമ്പർ ഒരു ഉറപ്പ് തരട്ടെ. നമുക്കൊരു ലൈറ്റും, കോൺഗ്രസിൻ്റെ മെമ്പറാണ്, MP കോൺഗ്രസ്സാണ്. പിന്നെ MP പറഞ്ഞ് നമുക്കൊരു ലൈറ്റും, സീൽ ലൈറ്റ് ഈ പൈനിയർക്കുണം ഈ ഗോഡൗണിൻ്റെ അവിടെ തൊട്ട് അങ്ങ് പാലം അങ്ങ് പൈനിയർക്കുണം അങ്ങ് ഏറ്റം വരെ ഉള്ള ഭാഗത്ത് ലൈറ്റുകൾ സ്ഥാപിച്ചു തരാമെന്ന്, സ്ട്രീറ്റ് ലൈറ്റ് ഇട്ട് ലൈറ്റുകൾ സ്ഥാപിച്ചു തരാമെന്ന് മെമ്പർ ഉറപ്പ് പറയട്ടെ. നമുക്ക് മെമ്പറെ വിശ്വാസമാണ്. ഒരു ഹൈമാൻ ലൈറ്റും മെമ്പറും ഒരു ക്യാമറ ഒക്കെ ഇപ്പോൾ ഈസിയാണ്. വലിയ പൈസയൊന്നുമില്ല. ഒരു 5000-6000 രൂപ കൊടുക്കുമ്പോഴത്തേക്ക് അമ്മക്കത് മെമ്പർ ഉറപ്പ് തരട്ടെ. മെമ്പറിന് ഇനി 6 മാസം കൂടെ ഉണ്ടല്ലോ, ഉറപ്പ് തരട്ടെ. എന്താണ് ഉറപ്പായിട്ട് ചോദിക്കുന്നത്? ഇവിടെ സാധാരണ ലൈറ്റും ഇവർക്ക് പകൽ സമയങ്ങളിൽ ഇവിടെ ഉണ്ട് ഈ ഒരു കാറുകളിലൊക്കെ വന്നിട്ടുള്ള ആൾക്കാരെ ലഹരി ഉപയോഗിക്കുന്ന സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പം അത് കുട്ടികൾക്കുൾപ്പെടെ ഭീഷണിയാണ്. അപ്പം അതിനൊക്കെ ഒരു പരിഹാരം കാണും. നടപടി എന്നാൽ കഴിയുന്ന എല്ലാ ഉറപ്പുകളും, അതായത് ഇപ്പം വാർഡ് മെമ്പറായിട്ട് ഒരു പ്രാവശ്യം ഇരുന്ന ഒരാളാണ് മിനി എന്ന് പറയുന്ന ഒരാൾ. ഒരു പഞ്ചായത്തിനകത്ത് നടക്കുന്ന സംഭവങ്ങൾ എന്താണെന്നും എങ്ങനെയാണെന്നും അവർക്ക് നന്നായിട്ട് അറിയാം. എനിക്കൊരു 6 മാസം കൂടെ ഉണ്ട്. ആ 6 മാസത്തിനകത്ത് എനിക്ക് ചെയ്യാൻ പറ്റുന്ന പരമാവധി കാര്യങ്ങൾ ഞാൻ ചെയ്യും. ഞാനൊരു കോൺഗ്രസിൻ്റെ മെമ്പറാണ്. എനിക്ക് പറ്റുന്ന എല്ലാ അപേക്ഷകളും നിരന്തരം ഞാൻ അവിടെ വയ്ക്കുന്നുണ്ട്. അത് പാസ്സാക്കി തരേണ്ടത് നമ്മുടെ ഉദ്യോഗസ്ഥരാണ് നമുക്ക് ചെയ്തു തരാം. MP ഫണ്ടൊക്കെ ആവശ്യപ്പെട്ടിട്ടുണ്ട്. MP ഫണ്ട് ആവശ്യപ്പെട്ട് MPക്ക് ഫണ്ട് വളരെ കുറവാണ്. എങ്കിലും MP ഫണ്ട് ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇവിടെ രാത്രി 7 മണി കഴിഞ്ഞാൽ കാറിൻ്റെ അകത്തിരുന്നിട്ട് പല ദിവസവും ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ ചോദിച്ചവരുമായിട്ട് വഴക്കുമായിട്ടുണ്ട്. ഇയാളാര് ചോദിക്കുക, ഇയാൾ ഈ നാട്ടിൻ്റെ എന്തെങ്കിലും ആണോ? ഞാനുമല്ല, ഞാൻ ഈ നാട്ടിലെ പൗരനാണ്, അടുത്ത് താമസിക്കുന്ന ആളാണ്. ഇതിൻ്റെ ഈ വണ്ടികൾ നിരത്തിയിട്ടിട്ട് 7 മണി കഴിഞ്ഞാൽ രാത്രി വെളുപ്പാങ്കാലത്ത് 3 മണി വരെ ഈ റോട്ടിൽ ആൾക്കാരിരുന്ന് കള്ളുകൂടിയും മറ്റു അനാവശ്യങ്ങളും പെണ്ണിനെ കൊണ്ടുവന്ന് വണ്ടിയിൽ ഇരുത്തലും ഒക്കെ ഉള്ള ഒരു സ്ഥലമാണ്. അപ്പം അതിനേക്കാൾ ഇവർ രാത്രി 12 മണി 1 മണിയായപ്പോൾ മെനിങ്ങാന്ന് ഭയങ്കര ഒരു ബോംബ് വീണതുപോലെ തോന്നി. ഞാൻ കരുതി എൻ്റെ വീട്ടിൻ്റെ ഫ്രണ്ടിൽ കിടന്ന ഈ വണ്ടിയുടെ മുകളിൽ ബോംബ് വീണെന്നാണ് ഞാൻ ധരിച്ചത്. അത്ര വലിയ സൗണ്ടായിരുന്നു. ഇറങ്ങി വന്ന് ലൈറ്റ് അടിച്ച് നോക്കിയപ്പോൾ 3 പേര് നിൽക്കുന്നു. ആ എത്ര മണ്ണ് കിടക്കുന്നതിൻ്റെ അടിയിൽ കൂടെ താഴെ ഇറങ്ങി വരണമെങ്കിൽ തന്നെ അതൊരു പ്ലാനായിട്ട് അവർ തീരുമാനിച്ചൊരു കാര്യമാണ്. അവിടെ വന്നിരുന്ന് നമ്മളെ പേടിപ്പിക്കണമെന്ന്.
പിന്നെ ഇന്നലെ 11:30 മണിക്ക് ഞാൻ ഇതുവഴി നോക്കിയപ്പോഴത്തേക്ക് ഒരു വണ്ടിക്കാരൻ വന്ന് സ്ലോ ചെയ്തു അങ്ങ് പോയി. മിനിങ്ങാന്ന് ഞാൻ പഞ്ചായത്ത് സെക്രട്ടറി വിളിച്ചുകൊണ്ട് വന്ന് കാണിച്ച് വ്യക്തമായിട്ടെല്ലാം പറഞ്ഞപ്പോൾ പഞ്ചായത്ത് സെക്രട്ടറി പറഞ്ഞു, നിങ്ങൾ അവരെ പിടിച്ചു കൊടുത്താൽ എത്ര 50,000 രൂപ ഫൈൻ അടിക്കണമെങ്കിൽ 20% നമുക്ക് തരാം. ഞാൻ പറഞ്ഞു, നമുക്ക് 20% പറ്റി 1% പോലും വേണ്ട, നിങ്ങളെ പിടിച്ച് ആക്ഷൻ എടുക്കണേ, നിങ്ങൾക്ക് പൈസ പഞ്ചായത്തിന് വേണ്ടി അങ്ങോട്ട് അടയ്ക്കാം. അങ്ങനെ പഞ്ചായത്ത് സെക്രട്ടറി സമ്മതിച്ചു പോയിരിക്കുകയാണ്. മെമ്പർ ഒന്ന് ആലോചിച്ച് നോക്കണം. ഇത് ഇനി വെള്ളം ഒലിച്ചു പോയ ഇത് ആ കവറിൽ കിടന്ന ആ കൊതു വരുത്ത് ഇവിടെ അസുഖക്കാർ തന്നെ ആവണം. നമ്മൾ എന്നും ആശുപത്രി ഇറങ്ങി കയറുന്നവരാണ്, ഡെയിലി ആശുപത്രിയിൽ പോണവരാണ്. രാത്രിയാകുമ്പോ ഇറങ്ങി പോകാനില്ല. ഈ മെമ്പർ ഉണ്ടായിരുന്നിട്ട് ഇന്ന് വരെ ഒരു സീറ്റ് ലൈറ്റ് പോലും ഇവിടെ ഇടാൻ അവർക്ക് കഴിഞ്ഞില്ല. അവരെ വിളിച്ചാൽ അവരൊട്ടും എടുക്കൂല, അവരെടുക്കൂല. ഞാനൊരിക്കൽ ഈ ടിപ്പർ ലോറിയിൽ കൊണ്ടുവന്ന് വേസ്റ്റ് ഇറക്കിയപ്പോ ഞാൻ ഒറ്റയ്ക്ക് വഴക്ക് പറഞ്ഞപ്പോ അവന്മാരെ എന്നെ ചീത്ത വിളിച്ചിട്ട് പോയി. അപ്പോഴും ഇവരത് മൈൻഡ് ചെയ്യുന്നില്ല, പകുതിയിട്ടിട്ട് പോയി അവന്മാര്. ഇപ്പൊ അവര് ചാനലുകാർ വന്നതിന് ശേഷം അവരെ മുഖത്തടിച്ച വേലയാണ് അവര് കാണിച്ചിട്ട് പോയാ. വീണ്ടും കൊണ്ടുവന്ന് 2 പ്രാവശ്യം 2 ദിവസം കൊണ്ടൊഴിച്ചിട്ട് പോയത്, കക്കൂസ് മാലിന്യം കൊണ്ടൊഴിച്ചിട്ട് പോയത്. ശ്വാസം മുട്ട് സഹിക്കാൻ പറ്റാതെ തന്നെ ഞാൻ കേട്ടാ, ഞാൻ സഹിക്കാൻ വയ്യാത്ത ദിവസവും ഞാൻ ആശുപത്രിയിൽ പോയി ഇഞ്ചക്ഷൻ എടുത്ത് മരുന്ന് ആവിയും പിടിച്ചിട്ട് വരണോളാണ്. എന്നും എനിക്ക് മറ്റേ മരുന്നിലും നിൽക്കാതെ ഇരിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ പോണോളാണ്. അത് രാത്രിയെന്നില്ല, പകലെന്നില്ല, എപ്പോഴെന്നില്ല. ഞാൻ ഇവിടെ നിന്ന് പോയല്ലേ പറ്റുള്ളൂ, പോവാതെ പറ്റുമോ? ഇവിടെ നിന്ന് ഞാൻ അവിടെ നിന്ന് ഇങ്ങ് കയറി അവിടെ പോയി ബസ് കയറി പോയേ പറ്റൂ. തിരിച്ച് ഞാൻ വരുന്ന പാട് ഒത്തിരി ഉണ്ട്. ഇവിടെയൊക്കെ വാഹനങ്ങൾ കാരണം സഹിക്കാൻ പറ്റൂല. പിന്നെ മിണ്ടാതെ വരുമെങ്കിൽ രക്ഷപ്പെടാം, ഇല്ലെങ്കിൽ അവർ കൊന്നിട്ടിട്ടേ പോവുള്ളൂ. ആ രീതിയിലാണ് ഇവിടെ കാണിക്കണ പ്രവൃത്തികൾ. അതിന് ഈ വാർഡ് മെമ്പർക്ക് ഒരു ചുമതലയില്ല. അവരെ വിളിച്ചാലൊട്ട് അവർ ഫോണ് പോലും എടുക്കത്തില്ല. അതാണ് വാർഡ് മെമ്പർ രീതി. നമുക്കൊന്ന് സംസാരിക്കാൻ പറ്റാതിരുന്ന മിണ്ടാതെ ഞാൻ പറക്കെ പോയിരിക്കുകയാണ്. സഹിയിട്ടാണ് ഇപ്പൊ പറഞ്ഞു പോയത്. ഉച്ച സമയത്ത് ഒരു വാൽമാക്രിയിൽ കൊണ്ടുവന്ന് വേസ്റ്റ് ഇടുന്നത് ഞാൻ കണ്ടപ്പോഴത്തേക്ക് പഞ്ചായത്തിൻ്റെ ഹെൽത്ത് സ്ക്വാഡ് ആ സ്പോട്ടിൽ അവരുടെ നിന്ന് സംസാരിച്ചപ്പോൾ ഞാൻ എൻ്റെ സ്പോട്ടിൽ കുറച്ച് മുമ്പ് വെച്ചിട്ട് അവിടെ നിന്നപ്പോൾ ഈ ഹെൽത്ത് സ്ക്വാഡ് മുമ്പോട്ടങ്ങ് പോയപ്പോൾ ഞാൻ ആ ജീപ്പിനെ ഞാൻ കൈ കാണിച്ചു. ഞാൻ പറഞ്ഞു, ഈ ഇത്രയും വേസ്റ്റ് കൊണ്ടുവന്ന് ഇടുന്നത് നിങ്ങൾ കണ്ടില്ലേ? നിങ്ങൾക്ക് അവരെ പിടിക്കാമായിരുന്നല്ലോ, സ്പോട്ടിൽ പിടിക്കാമായിരുന്നല്ലോ. അത് അഴുക്ക വേസ്റ്റല്ല, കെട്ടിട വേസ്റ്റാണ്. അതും അവരെ പെരേടത്തിലാണ് കൊണ്ടുത്തള്ളത്. ഞാൻ പറഞ്ഞു, അവരെ പെരേടമല്ല, ഇതിവിടെയുള്ള ആൾക്കാരുമല്ല, ദൂരെ എവിടെയുള്ളതാണ്, നിങ്ങൾക്ക് ഈ സ്പോട്ടിൽ അവരെ പിടിക്കാമായിരുന്നു. അവർ മൈൻഡ് ചെയ്യാതെ പോയി. എന്നിട്ടാണ് അവർ പറഞ്ഞത് പിടിച്ചു കൊടുത്താൽ അവർ ആക്ഷൻ എടുക്കുമെന്ന്. അവർക്ക് അപ്പോഴത് പിടിക്കാമായിരുന്നു, നല്ലൊരു തെളിവായിരുന്നു. ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടതാണ്. ഹെൽത്ത് സ്ക്വാഡ് അവരാ ക്ലാസ്സിങ്ങനെ താത്തിട്ട് ഇതാണ് കാര്യം, എന്നിട്ട് അവർ മൈൻഡ് ചെയ്തു. ഇനിയിപ്പോൾ നമ്മുടെ ആവശ്യങ്ങൾ നമ്മളതായി ആ ബോർഡിൽ പറഞ്ഞിട്ടുണ്ട്, ഇത്രയും ആവശ്യം. പിന്നെ കർശനമായിട്ട് പോലീസ് പെട്രോളിംഗ് വേണം ഇവിടെ. രാത്രിയും വേണം, പകലും വേണം. ഈ വേസ്റ്റിൽ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ സാന്നിധ്യത്തിൽ ഒരു ലോഡ് മണ്ണുണ്ടോ എൻ്റെ പുറത്തിട്ടിട്ട് പോയി. എന്നിട്ടും അത് മൂടാത്തുണ്ട്. ഇവിടെ മണ്ണിടിച്ചോണ്ട് നിന്നവരുടെ പറഞ്ഞു കുറച്ച് മണ്ണൂടെ എൻ്റെ പുറത്തിട്ടേക്കണെന്ന് പറഞ്ഞിട്ട് അവരങ്ങ് പോവുകയാണ്. യാതൊരു ഉത്തരവാദിത്വമില്ല. മഴ പെയ്യുമ്പോൾ മണ്ണൊലിച്ച് പോയില്ല. ആ വേസ്റ്റ് എടുത്ത് മാറ്റാനുള്ള എന്തെങ്കിലും ഒരു സംവിധാനം അവർക്ക് ചെയ്യാൻ പറ്റുമോ? നമ്മൾ നിരന്തരം പഞ്ചായത്തിൽ പരാതി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. പല ആൾക്കാരെ വിളിച്ച് ഇവിടെ ഹെൽത്ത് ഇൻസ്പെക്ടർ വന്ന് പുള്ളിക്കാരെ ഇവിടെ വന്നിട്ട് പോയി. ഒരു നടപടിയില്ല. അവരൊക്കെ കർമ്മത്തിന് വേണ്ടി വരുന്നു, അങ്ങ് പോകുന്നു, അത്രേ ഉള്ളൂ. വേറെ ഒരു കാര്യവും ചെയ്യുന്നില്ല പഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്ന്. അല്ലെങ്കിൽ നമ്മൾ നിരന്തരം ഇത്രയും ദിവസം നമ്മളെ മുഖത്തൊഴിക്കുന്ന നടക്കാമെന്ന് മെനങ്ങാന്നുകൊണ്ടാണ് വേസ്റ്റ് ഒഴിച്ചിട്ട് പോയത്. അതിൻ്റെ 2 ദിവസം മുമ്പാണ് ഇവിടെ വേറൊരു ചാനലുകാർ വന്ന് നമ്മളിത് മൊത്തവും പബ്ലിക്കിന് മുമ്പിൽ കാണിച്ചു കൊടുത്തത്. എന്നിട്ട് പോലും നമ്മളെ മുഖത്തൊടിക്കുന്ന രീതിയാണ് ഇന്ന് മെനങ്ങാന്ന് കാണിച്ചിട്ട് പോയത്. 6 മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ കാറുകളിലും മറ്റും 2 വീലറിലായാലും വന്നിട്ട് കഞ്ചാവ്, MDMA അങ്ങനെയുള്ള നിരവധി കാര്യങ്ങൾ ഉപയോഗിക്കുന്നതും വേണ്ട ശല്യങ്ങൾ മാത്രമാണ്. ഒരു സന്ധ്യസമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്ത്രീകൾക്കോ മറ്റോ ഇതിൽ നടന്നു വരാൻ പോലും പറ്റത്തില്ല, വെട്ടമില്ലാത്ത പ്രശ്നം കൊണ്ട്. അവർ റോഡ് ഇറങ്ങി, അതാണ് നമ്മുടെ വഴി. ആ വഴി ഇറങ്ങി വരുമ്പോഴത്തേക്കും പിന്നെ ഇവിടെ അടുത്തെത്തുമ്പോഴാണ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ കാണുന്നതും അവർ പേടിച്ച് ഓടുകയാണ് വീടുകളിലോട്ട് വരുന്നത്. ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് വന്നിരിക്കുകയാണ്. അധികൃതരുടെ അറിയിച്ചിട്ടും യാതൊരു നടപടിയോ കാര്യങ്ങളോ ഇതുവരെയ്ക്കും ഒന്നും ഉണ്ടായിട്ടില്ല. കക്കൂസ് മാലിന്യങ്ങളും വേസ്റ്റുകളും നിരന്തരം ഇവിടെ കൊണ്ടൊഴുകിക്കൊണ്ടിരിക്കുകയാണ്. അതിന് യാതൊരു നടപടിയും ഇല്ല. ഇപ്പോൾ ഒരു വേസ്റ്റ് കൊണ്ടിട്ടിട്ട് 2 ആഴ്ച മുമ്പ് അവിടെ അതിൻ്റെ പുറത്തൂടെ കുറച്ച് മണ്ണ് കൊണ്ടിട്ടിട്ട് അത് അവിടെ കിടന്ന് അഴുകി അതിൻ്റെ സ്മെല്ല് വേറെ രീതിയിൽ മാറിപ്പൊക്കൊണ്ടിരിക്കുകയാണ്. ഒരു രീതിയിലുള്ള നടപടിയോ കാര്യങ്ങളോ ഒന്നും ഇതുവരെയ്ക്കും ഉണ്ടായിട്ടില്ല. ഇതിന് വേണ്ട രീതിയിലുള്ള നടപടികളും കാര്യങ്ങളും സ്വീകരിച്ചില്ലെന്നുണ്ടെങ്കിൽ
നമ്മൾ പ്രതിഷേധങ്ങളും കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നതായിരിക്കും. ഇത് സംബന്ധിച്ച് പരാതി എന്തെങ്കിലും? പരാതി നിരവധി തവണ നമ്മൾ പഞ്ചായത്ത് പ്രസിഡന്റിനും നമ്മുടെ വാർഡ് മെമ്പറിനും എല്ലാം കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഒരു നടപടിയും ഇതുവരെയ്ക്കും ഉണ്ടായിട്ടില്ല. ഇതുവരെയ്ക്കും ഒരു നടപടി ഉണ്ടായിട്ടില്ല. പ്രധാനമായ ആവശ്യം എന്ന് പറഞ്ഞാൽ സ്ട്രീറ്റ് ലൈറ്റ് വേണം. സ്ട്രീറ്റ് ലൈറ്റ് നമ്മുടെ റോഡിൽ സ്ട്രീറ്റ് ലൈറ്റ് വേണം. ബട്ട് ഇരുട്ടിൻ്റെ മറവിലാണ് ഈ പ്രശ്നങ്ങൾ മൊത്തം നടക്കുന്നത്. ഇവിടെ ഒരു ഹൈമാസ് ലൈറ്റ് വന്നു കഴിഞ്ഞാൽ ഏകദേശമുള്ള പ്രശ്നങ്ങൾക്ക് ഇതാവും. ഒരു സ്ട്രീറ്റ് ലൈറ്റും ക്യാമറയും സ്ഥാപിച്ചു കഴിഞ്ഞാൽ ഏകദേശമുള്ള ഈ സാമൂഹ്യ വിരുദ്ധ പരിപാടികൾക്കൊക്കെ കുറച്ചൊരു കുറവെങ്കിലും ഉണ്ടാവും. ഇവിടെ ലൈറ്റ് ഇല്ലാത്തതാണ് ഏറ്റവും വലിയ പ്രശ്നം. നിരവധി പേരാണ് പരാതികളും ആരോപണങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ഇവിടെയുള്ള ഈ കുടുംബങ്ങൾക്ക് പകലോ രാത്രിയോ പുറത്തിറങ്ങാൻ കഴിയാതെ, സ്വതന്ത്രമായി സഞ്ചരിക്കാൻ കഴിയാതെ ഈ നാട്ടിൽ ജീവിക്കാൻ കഴിയാത്തൊരു സാഹചര്യമാണ് എന്നുള്ളതാണ്. അധികൃതർ കണ്ടേ പറ്റൂ. ഇതിന് നടപടി ഉണ്ടായേ പറ്റൂ. തെരുവ് വിളക്കുകൾ, ക്യാമറ, അതുപോലെ തന്നെ ഇത് പകൽ സമയങ്ങളിൽ പോലും ഇതുവഴി കാൽനടയായി സഞ്ചരിക്കാൻ കഴിയാത്തൊരവസ്ഥ, ഇതിനൊക്കെ ഒരു പരിഹാരം കണ്ടേ പറ്റൂ. കാരണം ഇത് ഇവരുടെ മൗലിക അവകാശമാണ്. ഇതിനൊരു പരിഹാരം കാണുമെന്ന പ്രതീക്ഷയോടെ ഞാനിവിടെ ചോദിക്കാൻ പൂർത്തിയാകുന്നു. നമസ്കാരം.